നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നുള്ളത് നിന്റെ ഐഡിയ ആയിരുന്നില്ലേ? ഞാനത് ചെയ്തപ്പോ നീ സപ്പോർട്ട് ചെയ്തത് പാർവതിയെ. ഇനിയുള്ള ചടങ്ങുകളിൽ പാർവതിയെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ തിരുമേനിക്ക് പോലും എതിരഭിപ്രായം ഉണ്ടായിരുന്നു. നീ പാർവതിക്ക് അനുകൂലമായി സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് തിരുമേനി അവൾക്ക് കാപ്പ് കെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചത്. അത് മാത്രോ? വടംവലി മത്സരത്തിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ടീം ജയിച്ചില്ലേ? കൈലാഷിനെയും പ്രിയനെയും കളത്തിലിറക്കി കളിപ്പിച്ച് നിന്റെ പ്ലാൻ അവള് പൊളിച്ച് കൈ തന്നില്ലേ? അതോടെ നിന്നെ കൊണ്ട് പാർവതി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തിന് നീ വിളിക്കുന്നിടത്ത് ഞാൻ വരണം? മുതലാളിയുടെ മനസ്സിൽ എന്താണെന്ന് മേഡത്തിന് അറിയാവോ? ഇല്ലല്ലോ. പാറുവിനെ മുട്ടുകുത്തിക്കാൻ മേഡത്തിന്റെ ഹെൽപ്പ് വേണമെന്നും പറഞ്ഞ് മുതലാളി മേഡത്തിന് മുന്നിൽ വന്നൊന്നുമില്ലല്ലോ. ശത്രുവിന്റെ ശത്രു മിത്രമെന്നും പറഞ്ഞ് മേഡം മുതലാളിയുടെ അടുത്തോട്ടല്ലേ വന്നത്. ആ സമയത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ മേഡത്തിന്റെ സംസാരം. ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മുതലാളിയെ നീ എന്ന് ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്ന മേഡത്തിന് നല്ലത്. നീ എന്നെ പേടിപ്പിക്കാണോ? റെസ്പെക്ട് കൊടുക്കേണ്ടവർക്ക് ഞാൻ റെസ്പെക്ട് കൊടുക്കും. നാട്ടിലെ പ്രമാണി, പഞ്ചായത്ത് പ്രസിഡന്റ്, ക്യാഷിന്റെ പവർ, എതിർക്കുന്നവരുടെയൊക്കെ മൂക്കങ്ങ് ചെത്തിക്കളയും. വീരവാദത്തിന് മാത്രം ഒരു കുറവുമില്ല. പക്ഷേ പാർവതിയെ പോലൊരു നരന്ത് പെണ്ണിനെ തോൽപ്പിക്കാനുള്ള മിടുക്ക് പോലും ഇയാൾക്കില്ല. ഒന്നിനും കൊള്ളാത്തവർക്ക് ഇത്രയും ബഹുമാനമേ ഞാൻ കൊടുക്കൂ. പാർവതിക്ക് തിരുമേനി കാപ്പ് കെട്ടിക്കൊടുക്കുമ്പോ എന്തുകൊണ്ട് ഇയാൾ അവിടെ പോയില്ല? അത് തടഞ്ഞില്ല. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അത് മേഡത്തിനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇതിനാ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്നത്. ഇയാളെ കൊണ്ടേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ടത് പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് എന്റെ നാവടപ്പിക്കാൻ ശ്രമിക്കുക. തോൽവി ന്യായീകരിക്കാനുള്ള ഉരുണ്ടുകളിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ആ അത് പോട്ടെ. ആർക്കൊക്കെ കാപ്പ് കെട്ടിക്കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് തിരുമേനിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാം. പക്ഷേ തിരുമേനിയും ക്ഷേത്ര ഭാരവാഹികളും അവളുടെ അച്ഛന്റെ കയ്യില് തിരുവാഭരണ പെട്ടിയുടെ താക്കോൽ ഏൽപ്പിക്കുമ്പോ നിങ്ങൾക്കത് തടയാൻ കഴിഞ്ഞോ? ചുരുക്കി പറഞ്ഞ ക്ഷേത്രത്തിലിപ്പോ പ്രമാണി നിങ്ങളല്ല, അവളുടെ അച്ഛൻ. നിങ്ങൾക്ക് അതിന്റെ പത്രാസ് മാത്രം. എന്റെ കഷ്ടകാലത്തിന് അവളെ തോൽപ്പിക്കാൻ നിങ്ങളെ കൂട്ടുപിടിക്കാൻ എനിക്ക് തോന്നിയത്. കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോന്ന്. മഴ പെയ്യും പോലെ ചറപറാന്ന് നിർത്താതെ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. നീ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയാം. ജനകൻ ചേട്ടനെ തിരുവാഭരണ പെട്ടിയുടെ താക്കോൽ ഏൽപ്പിക്കുമ്പോ ഞാൻ തടഞ്ഞില്ല, അതല്ലേ നിന്റെ പരാതി? എന്നാ മനസ്സിലാക്കിക്കോ, താക്കോൽ ജനകൻ ചേട്ടനെ ഏൽപ്പിക്കാൻ ഭാരവാഹികളോട് ആവശ്യപ്പെട്ടത് ഈ ഞാനാ. പക്ഷേ ജനകൻ ചേട്ടൻ കൈനീട്ടി വാങ്ങിയത് തിരുവാഭരണ പെട്ടിയുടെ താക്കോലല്ല, ടൈം ബോംബ്. സമയം സെറ്റ് ചെയ്തു വെച്ച ടൈം ബോംബ്. പാറുവിന് തിരുമേനി കാപ്പ് കെട്ടിക്കൊടുത്തതിന്റെ സങ്കടത്തിലല്ലേ നീ? അവളിനി കനൽ കലശം എടുത്ത് ക്ഷേത്രം വലം വെക്കുകയും ചെയ്യും. അതുകൂടി കഴിഞ്ഞാൽ ആ ടൈം ബോംബ് പൊട്ടുകയും ചെയ്യും. ബോംബ് പൊട്ടുന്നതിന്റെ കൂട്ടത്തിൽ ജനകന്റെയും പാറുവിന്റെയും ജീവിതം കൂടി പൊട്ടിച്ചിതറും. അത് നീ കണ്ടോ? സത്യമാണോ നിങ്ങൾ പറയുന്നത്? മേഡം ഇത്രയും സമയം മുതലാളിയെ നീ എന്നല്ലേ വിളിച്ചത്? ഇപ്പം നിങ്ങളെന്നായോ? അപ്പോഴത്തെ ആ ദേഷ്യത്തിന് പറയരുത്. നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? എന്റെ പ്ലാൻ ഞാൻ ആരോടും തുറന്നു പറയാറില്ല. പക്ഷേ ഞാനൊരു കഴിവ് കെട്ടവനായി നിനക്ക് തോന്നിയത് കൊണ്ട് തുറന്നു പറയാം. ക്ഷേത്രമുറ്റത്ത് കനൽ കലശം നടക്കുമ്പോ കഴകപ്പുരയിൽ കള്ളന്മാർ കയറും.
കള്ളന്മാരോ? അതെ,